ഇപ്പം ഞാനാണെങ്കിൽ ഇന്നലെ നമ്മുടെ രണ്ടാമത്തെ ചെറുക്കനെയും കൊണ്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. അപ്പം തന്നെ രാവിലെ നമുക്ക് വേറൊരു ഹൈ റേഞ്ച് ട്രിപ്പ് കിട്ടി കേസ്. അപ്പോൾ അതിനു വേണ്ടി പോകണം. ഒരു 11 മണിയാകുമ്പോഴാണ് ആ ട്രിപ്പ്. ഇപ്പം സമയം രാവിലെ 10 മണിയായിട്ടുണ്ട് കറക്റ്റ്. ഞാൻ 9 മണിയായപ്പോൾ എണീറ്റു. പിന്നെ വണ്ടി കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് വാഷ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകണം കേസ്. അപ്പോൾ ഫൈനലി നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ താങ്ക് യു കേസ്. അപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീം ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായത് കുറച്ച് ദിവസമായിട്ട്. ഇന്നിടാൻ ഞാൻ മറന്നു, സോറി കേസ്. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ വണ്ടി മേടിക്കുന്ന ഇടയ്ക്ക് ലൈവ് കാണത്തിൽ പോയി ചെക്ക് ചെയ്യുക കേസ്. അപ്പോൾ ഒരു 3 ലൈവ് നമ്മൾ ഇട്ടിട്ടുണ്ട്. സുനേട്ടൻ്റെ ഫുൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി മേടിക്കുന്നതിൻ്റെ ഇട്ടിട്ടുണ്ട് കേസ്. അപ്പോൾ ഇത് എന്തായാലും ഇവിടുന്ന് പോവാം. ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ലൈവ് ചെക്ക് ചെയ്താൽ മതി. വണ്ടി മേടിക്കുന്ന ഫുള്ളുണ്ട്. അത്യാവശ്യം നമ്മൾ ചേസായിട്ടെല്ലാം മേടിച്ചേ. കാരണം നമ്മുടെ പണ്ടൊരു ഇതുണ്ടായിരുന്നു, എന്നാ സെഡോൺ ബസ് ഉണ്ടായിരുന്നു. പണ്ടല്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഉണ്ടായിരുന്നു. അവൻ ബസ് ഒക്കെ നിർത്താൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ബുദ്ധിയായിട്ട് സെഡോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ നീ എടുത്ത് പണിയോളം പറഞ്ഞപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ സെഡോൺ അപ്പം ഒന്ന് എന്നാ ചേസ് പറ്റി പണിഞ്ഞ വണ്ടിയാണ്. പണിഞ്ഞ വണ്ടിയപ്പോഴത്തേക്ക് അപ്പോൾ അവൻ പറയും അവൻ എടുക്കുന്നില്ല. അതുകൊണ്ട് അപ്പം പണിഞ്ഞ് കഴിഞ്ഞ് ഒരു 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ കയറിയും ഫുൾ വണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വാശി കിട്ടുന്ന ട്രിപ്പ് വന്നു. ഇത് പിന്നെ പാർട്ടുമായിട്ടാണ് വരുന്നത്. കാരണം എൻ്റെ ഫോൺ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ അധികം ലെങ്ത്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടുമായിട്ടാണ് ഇടുന്നത്. സ്വന്തം നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് റെഡ് സിഗ്നലാണ്, എന്നാലും നമ്മൾ കത്തിച്ചങ്ങ് കയറി പോവാണ്. പിന്നെ നമുക്കൊരു കാറോട് അങ്ങ് എടുത്താലോ നിങ്ങൾ എങ്ങനെയുണ്ട് കമൻറ്റിൽ പറയാം. നമുക്കൊരു കാറോട് എത്താലോ. നമ്മുടെ ഫോർച്യൂണറും BM ഉണ്ട്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു കാറോട് എടുത്താലോ. കാരണം ഞാൻ ഫോർച്യൂണറൊക്കെ അത്യാവശ്യം നല്ല ലോങ് പോകണമെങ്കിലും എടുക്കുന്നുള്ളൂ. കാരണം ഒരു കാറോ ഒരു ബസ്സോ ക്യാരവാനോ എന്തെങ്കിലും ഒന്ന് മേടിക്കണം. ബസ് എന്തായാലും കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബെസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കഴിയിട്ടില്ല. കഴിഞ്ഞാണെന്നപ്പോൾ 15,000 രൂപ ആയിരുന്നു വണ്ടി ഫുള്ള് വാഷ് ചെയ്യുന്നതിന്. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല കറക്റ്റ്. നമുക്ക് നല്ല ജസ്റ്റ് കയറിയേക്കാം. ഒന്നുകിൽ മെഷീനിട്ട് കഴുകുക, അല്ലേ നമ്മൾ സ്വന്തമായിട്ട് കഴുകുക. നമ്മളെന്തായാലും മെഷീനാണ് യൂസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് കഴുകണ കുറേ നേരം എടുക്കുന്ന സമയം നമ്മുടെ ഒട്ടും എല്ലാത്തിലും പോകും. എത്ര അന്വേഷിച്ച് നോക്കട്ടെ അവിടെ ചെന്നിട്ട്. വലിയ ഇതില്ലായിരിക്കും. പക്ഷെ നമ്മൾ റെഡ് ടീമാണ് ഈ വണ്ടിക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് കമൻറ്റിൽ പറയേ. എൻ്റെ 20,000 രൂപയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും വണ്ടി വാഷ് ചെയ്യുമ്പോൾ നല്ല സ്ഥലമാണ്. ആ ചെളിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ വൈപ്പർ ഉണക്കാൻ പറഞ്ഞല്ലോ. പക്ഷെ എന്തായാലും നമ്മളെന്തായാലും ഒന്നുകൂടെ കഴിയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെന്താ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴിയണം. കാരണം ഹൈ റേഞ്ചാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും നല്ല മഴയാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇടുക്കി ഒരു ഭാഗത്തായിട്ട് മൂന്നാർ ട്രിപ്പാണ് ഇത് പറയാൻ പറഞ്ഞത്. മൂന്നാറാണ്. അപ്പോൾ നമ്മളെന്തായാലും അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഒരു 300 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന്. പക്ഷേ ആളെ കയറ്റുന്ന അവിടെ നിന്ന് വലിയ ദൂരമില്ലടാ. ആളെ കയറ്റുന്ന അവിടെ ദൂരമില്ല. എന്തായാലും ഞാൻ വരുന്ന വഴിക്ക് ജസ്റ്റ് കാണിക്കാൻ പറഞ്ഞു. വണ്ടിക്കകത്ത് എല്ലാവരും ആൾക്കാരെല്ലാം സെറ്റാണ്. അവർ കഴിഞ്ഞ് വണ്ടി വാഷ് ചെയ്യുമ്പോൾ കാത്തിരുന്നാൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ചെറുക്കനുണ്ട്, AK അകത്തിരിപ്പുണ്ട്. ഇപ്പോൾ എന്തായാലും അവൻ എന്തായാലും എന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി ട്രിപ്പൊന്നും അല്ല. ഇത് വില്ലേജ് അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു സ്കൂളിൽ നിന്നുള്ള ട്രിപ്പ്. എന്തായാലും കാണിക്കാൻ പറഞ്ഞതിന് AK നമ്മുടെ ചെറുക്കൻ പിള്ളേരോട് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവനെ കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ വണ്ടി കാണിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വണ്ടി. അപ്പോൾ അവനെയും കൂടെ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എടുത്ത് നമുക്ക് നേരിട്ട് വണ്ടിക്കാരെ എടുത്തി തരും. എൻ്റെ അമ്പോ ഞാൻ വരുന്ന അവൻ കണ്ടല്ലേടാ. എന്നിട്ട് അവൻ കയറി ഇടിച്ചടാ. അയ്യോ വലിയ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിനെ അവൻ കണ്ടതാ. ഞാൻ തിരിക്കുന്ന കണ്ട. എന്നിട്ട് അവൻ വന്നേ അടുത്ത വഴിക്കറിയുമ്പോൾ ഇടിച്ചോ. ഇല്ലില്ല ഞാൻ ഏക്കാ പോയേ. ഇവനാണെങ്കിൽ അവൻ തിരിക്കുന്ന കണ്ടിട്ട് വന്ന് കയറി അടിച്ചു. പിന്നെ ഞാൻ നോക്കത്തൊന്നുമില്ല. അത് കൊള്ളാമല്ലോ. നമ്മൾ മര്യാദയ്ക്ക് വളച്ചുകൊണ്ട് വന്ന് ഞാനാ. അപ്പം അവന്മാർ ഒരു വഴിയാണ് കാണിച്ചേക്കുന്നത്. ഇൻഡിക്കേറ്റർ ഹോണും എല്ലാം അടിച്ചിട്ടുണ്ട് നമ്മളത്തെ. ഹൈ റേഞ്ച് എത്തായിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ ഹൈ റേഞ്ച് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വരുമ്പോഴേ അത്യാവശ്യം നല്ല മഴയാണ്. ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് വണ്ടിക്കകത്ത് സെറ്റായിട്ടിരിക്കുകയാണ് എല്ലാവരും. AK കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ AK സൈഡിൽ ഇരിപ്പുണ്ട് നമ്മുടെ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുകൊണ്ടോ
മൊത്തം മഴയായി ഇവിടെ. പാട്ടിട്ടുണ്ട്, പക്ഷേ കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളത് ഞാൻ കേൾപ്പിക്കുന്നില്ല തൽക്കാലം. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് സ്ട്രീം ജസ്റ്റ് ഒരു പാട്ട് അടുത്തൊക്കെങ്ങാണ്ട് വന്നു, അപ്പോൾ അത് കോപ്പിറൈറ്റ് അടിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ലൈവ്. പിന്നെ നമ്മളെ കിക്കിൽ ലൈവ് ഉണ്ടേ കേട്ടോ. അത് അതിന് ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ലൈവിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. നമ്മളെന്തെങ്കിലും ഞാനിപ്പോൾ ജസ്റ്റ് കത്തിക്കുന്നുണ്ട്, ജസ്റ്റ് നല്ലതായിട്ട് 100, 107 ആ റേഞ്ചിലൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ. സ്പീഡായി. പിന്നെ പാട്ടുമായിട്ടാണ് പിന്നെ ഒറ്റ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് കത്തിച്ചാലോ? ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തിക്കാം. ജസ്റ്റ് നോട്ടേക്ക് ചെയ്യുവാണേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ ചേർത്ത് തുടങ്ങി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് പവർക്കാം. 100 സബ്സ്ക്രൈബ്